ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമുക്കിന്നൊരു നൈറ്റിയുടെ മാർക്കിങ് നോക്കാം. അപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് എ ലൈൻ നൈറ്റിയാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു കുർത്തിയൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കട്ടിങ്, മാർക്കിങ്, സ്റ്റിച്ചിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വീഡിയോ കണ്ട് അത് ചെയ്ത് നോക്കിയിട്ടുള്ളവർക്ക് ഇത് വളരെ എളുപ്പമാണ് കേട്ടോ, ഈ ഒരു നൈറ്റി ചെയ്യാനായിട്ട്. ഇതുപോലെ തന്നെ എ ലൈൻ ഫ്രോക്കും എ ലൈൻ കുർത്തിയൊക്കെ നമ്മളതിന് മുൻപ് ക്രിസ്മസിൻ്റെ ഔട്ട്ഫിറ്റൊക്കെ ചെയ്ത സമയത്ത് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ നമുക്ക് എ ലൈൻ നൈറ്റി നോക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുന്നത്, നമ്മൾ സ്ലീവ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നെക്കിൻ്റെ പോർഷനിൽ ഫ്രണ്ടിലായിട്ട് ഇതാ ഒരു ബ്ലാക്ക് കളർ കാണിച്ചിട്ടില്ലേ ഞാൻ, അവിടെ നമ്മളൊരു പടി സെപ്പറേറ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റിച്ചിങ്ങിൽ കുറച്ചൊരു നമ്മൾ പഠിക്കാത്തൊരു ഭാഗം വരുന്നുണ്ട് കേട്ടോ. പിന്നെ മാർക്കിങ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നമ്മൾ തുണീനെ 4ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. ദെൻ നമ്മൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കാണുന്നില്ലേ? കണ്ടോ, ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് ഉണ്ട്. പിന്നെ ഇതാ ബാക്ക് നെക്ക്, അതുപോലെ തന്നെ ഫ്രണ്ട് നെക്ക് സ്ക്വയറിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുണ്ട്. 0 to 2 ആണ് നമ്മുടെ ഷോൾഡർ. അവിടെ നിന്ന് ഷോൾഡറിന് സ്ലോപ്പ് കൊടുത്തിട്ട് പിന്നെ 2-ന്ന് 3ലേക്ക് നമ്മൾ ആം ഹോൾ കർവ് ഇതവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒരു പോയിന്റിൽ നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്തിരിക്കണം കേട്ടോ. അപ്പോൾ ചെസ്റ്റ് 40 ഇഞ്ച് ചെസ്റ്റ് വരുന്നൊരു ആളുടെ അളവിനാണ് ഈ ഒരു നൈറ്റി മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മൾ ഏതൊരു ഗാർമെൻറ്റ് തയ്ക്കുന്ന സമയത്തും കറക്റ്റ് അളവെടുക്കാതെ ഒരു 1/2 ഇഞ്ച് ലൂസ് കൊടുത്തിട്ട് പിന്നെ പ്ലസ് ഒരു 1 ഇഞ്ചോ 1.5 ഇഞ്ചോ സീം അലവൻസ് കൊടുക്കാം. അങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. പിന്നെ വേസ്റ്റിൻ്റെ റൗണ്ട്, അതുപോലെ തന്നെ ഹിപ്പ്, ഓക്കെ, ഇത് 3ആണ് നമ്മൾ മെയിനായിട്ട് മാർക്ക് ചെയ്യുക. പിന്നെ ബസ്റ്റ് റൗണ്ട് നമുക്ക് വേണമെങ്കിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെ വണ്ണത്തിനൊക്കെ അനുസരിച്ചിട്ട്, നമ്മൾ നല്ല തടിയുള്ള ആൾക്കാരാണെങ്കിലൊക്കെ അതിനനുസരിച്ച് നമ്മൾ നോക്കിയിട്ട് മാർക്ക് ചെയ്യും. അപ്പോൾ ഹിപ്പ് വരെ എങ്ങനെയാണ് മാർക്ക് ചെയ്യുക എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ആ ഒരു ഇത് വരച്ചേക്കുന്നത് കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ? ഷോൾഡറിൽ നിന്ന് നമ്മൾ വേസ്റ്റ് റൗണ്ടിലേക്ക് മാർക്ക് ചെയ്യുക, വേസ്റ്റ് റൗണ്ടിൽ നിന്ന് ഹിപ്പിലോട്ട് മാർക്ക് ചെയ്യാം. ദെൻ ഇതൊരു എ ലൈൻ നൈറ്റി ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ ഹിപ്പിൽ നിന്ന് ആ ഒരു എൻഡിലേക്ക്, താഴത്തെ ആ ബോട്ടം ലെങ്ത്തില്ലേ, ആ ഒരു എൻഡിലേക്ക് സ്ട്രെയിറ്റ് നമ്മൾ അങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. പിന്നെ അതിങ്ങനെ എന്താ പറയുക, തുമ്പ് ഇങ്ങനെ നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ എൻഡ് പോർഷനിൽ നിന്ന് മുകളിലോട്ട് ഒരു 1.5 ഇഞ്ച് കൊടുത്തിട്ട് ഒരു കർവ് പോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈസിയാണ് മാർക്കിങ്. നമ്മളിപ്പോൾ കുറേ ഫ്രോക്കിൻ്റെ അതുപോലെ ഇപ്പോൾ ചുരിദാറിൻ്റെയൊക്കെ മാർക്കിങ് പഠിച്ചതുകൊണ്ട് നിങ്ങൾക്കിത് പെട്ടെന്ന് മനസ്സിലാവും പറയുമ്പോൾ തന്നെ. ഞാനിവിടെ മെഷർമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഫുൾ ലെങ്ത്ത് 50 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. ചെസ്റ്റ് റൗണ്ട് 40, ബെസ്റ്റ് റൗണ്ട് 44, വേസ്റ്റ് റൗണ്ട് 38, ഹിപ്പ് റൗണ്ട് 46, ഷോൾഡർ 14, നെക്ക് വിഡ്ത്ത് 5. ഓക്കെ, അപ്പോൾ ഇത് ഫുൾ റൗണ്ടാണ്, മെഷർമെൻറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇതിനെ നമ്മൾ 4 ഭാഗമാക്കിയിട്ടാണ് നമ്മൾ തുണിയിലേക്ക് മാർക്ക് ചെയ്യാം. പിന്നെ നമ്മൾ ഈ നൈറ്റി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ മെത്തേഡ്സാണ് കാണിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുക, നെക്ക് ഫിനിഷ് ചെയ്യും. ദെൻ ഫ്രണ്ടിൽ ആ ഓപ്പണിംഗ് ഉണ്ടല്ലോ നെക്കിൻ്റെ, ആ ഓപ്പണിംഗ് കൊടുക്കും. സ്ലീവ് അറ്റാച്ച് ചെയ്യും, സൈഡ് അറ്റാച്ച് ചെയ്യും, പിന്നെ താഴത്തെ ബോട്ടം മടക്കി അടിക്കും. ഇതാണ് നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു രീതി വരുന്നത്. ഓക്കെ, ഇപ്പോൾ മെഷർമെൻറ്റ് ആയി, എങ്ങനെയാണ് മാർക്ക് ചെയ്യാനായി, സ്റ്റിച്ചിങ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള 0 to 2 എന്ന് പറയുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഷോൾഡറാണ്. അതുപോലെ തന്നെ 2 തൊട്ട് 3 വരെയുള്ളത് ആം ഹോളാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഷോൾഡറും ആം ഹോളും സെയിം ആണ് എന്നുള്ള രീതിക്കാണ് മാർക്ക് ചെയ്യാറ്. പക്ഷേ ചില ആൾക്കാരുടെ കേസിൽ അത് കറക്റ്റ് ആയിക്കൊള്ളണം എന്നില്ല. നിങ്ങൾ മെഷർമെൻറ്റ് എടുക്കുക. ഇതൊരു സ്റ്റാൻഡേർഡ് ഫോർമുല എന്നുള്ള നിലയ്ക്കാണ് നമ്മളിങ്ങനെ കൊടുക്കുന്നത്. ഒരാളുടെ ബോഡിയിൽ നിന്ന് നമ്മൾ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ നമുക്കറിയാൻ പറ്റില്ല, എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അറിയാനായിട്ട് പറ്റും. അപ്പോൾ അതനുസരിച്ച് എടുക്കാം. പിന്നെ നമ്മളെപ്പോഴും മാർക്ക് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ചെസ്റ്റൊക്കെ നമുക്ക് ഫുള്ള് 40 ഇഞ്ചിൽ എടുത്തേക്കണം. അപ്പോൾ ചെസ്റ്റ് ഡിവൈഡഡ് ബൈ, ചെസ്റ്റ് റൗണ്ടിനെ ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ നമുക്ക് 10 ഇഞ്ച് കിട്ടും ഇല്ലേ? 10 + 1/2 + 1.5 സീം അലവൻസ്. ഓക്കെ, ആ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് മാർക്ക് ചെയ്യേണ്ടത്, ചെസ്റ്റ്, വേസ്റ്റ്, ഹിപ്പ് റൗണ്ടൊക്കെ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ എ ലൈൻ നൈറ്റിയുടെ മാർക്കിംഗ് വന്നിട്ടുള്ളത്. വളരെ എളുപ്പമാണ് ഇതിൻ്റെ മാർക്കിങ്ങും, ഇതുപോലെ തന്നെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ് ഫോളോ ചെയ്യുന്നവർ, ക്ലാസ് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യും കൂടി വേണം കേട്ടോ. അപ്പോൾ നമ്മുടെ തിയറി പോർഷൻ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത ക്ലാസ്സിലായിട്ട് ഇതിൻ്റെ കട്ടിങ്ങും അതുപോലെ തന്നെ അടുത്ത ക്ലാസ്സിൽ സ്റ്റിച്ചിങ്ങും ഇടാം. അപ്പോൾ 2-3 പാർട്ടായിട്ട് ഇടാം. അപ്പോൾ വലിയ ലെങ്തി വീഡിയോ ആവാതിരിക്കാനാണ് ഒരു 3 പാർട്ടായിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പടി വയ്ക്കുന്നതാണ് നമുക്ക് കുറച്ചൊരു അറിയാത്തൊരു കാര്യം നമ്മൾ പുതിയതായിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ പോർഷൻ കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കണ്ടു കഴിഞ്ഞാൽ നൈറ്റി സ്റ്റിച്ചിങ് എളുപ്പമായിട്ട് മാറും. അപ്പോൾ വീഡിയോസ് കണ്ടിട്ട് നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് പറയണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കട്ടിങ് കാണാം കേട്ടോ.
താങ്ക് യു.